എല്ലാവർക്കും വിജി സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അർജുനായിട്ടുള്ള മൂന്നാം ഘട്ട തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടും ഉള്ളതാണ്. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്നതും അത് ഷിരൂരിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന വെറും ഒരു പ്രഹസനം മാത്രമാണെന്നുള്ള പരാതികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ഒരു കാര്യം പങ്കുവെക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഉടമയായ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റെ ഉടമയായ മനാഫ് എന്ന വ്യക്തി തന്നെയാണ്. കാരണം ഇതൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള നാടകം പോലെയാണ്, മുമ്പേ സ്ക്രിപ്റ്റ് എഴുതി വെച്ച നാടകം പോലെയാണ് ഇത് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് എന്ന രീതിയിലാണ് മനാഫ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈശ്വർ മാൽപേ എന്ന വ്യക്തി വളരെ പ്രതിഫലേച്ഛ കൂടാതെയാണ് തുടക്കം മുതലേ വളരെ ആത്മാർത്ഥതയോടു കൂടിയാണ് ഈ ഒരു തിരച്ചിലിൽ പങ്കെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ അർജുൻ്റെ അമ്മയ്ക്കൊരു വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഈശ്വർ മാൽപേ. എന്തായാലും എന്തു തന്നെ ആയാലും അവസാനം അർജുനെ തിരിച്ച് എത്തിക്കുമെന്നുള്ള രീതിയിൽ ഒരു വാക്ക് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഒരു അനുകൂലമായ ഒരു സപ്പോർട്ട് ഈശ്വർ മാൽപേക്ക് ലഭിക്കുന്നില്ല എന്ന രീതിയിലാണ് വാർത്തകൾ ഇപ്പോൾ അവസാനമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഈശ്വർ മാൽപേ കൂടി തിരിച്ചു പോകാൻ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി ഒരു പ്രതീക്ഷയും അർജുനെ തിരിച്ചു കിട്ടുന്ന കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മനാഫ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. പ്രധാനമായും 4 സ്ഥലങ്ങളിലാണ് നേവിയുടെ റഡാറിൽ കിട്ടിയ സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ആ പ്രദേശങ്ങളിലാണ് ഈശ്വർ മാൽപേ അടക്കമുള്ള സംഘം ഇതുവരെ തെരച്ചിൽ നടത്തിയിട്ടുള്ളത്. അവിടെ നിന്നും തന്നെയാണ് അർജുനൻ്റെ ട്രക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അർജുൻ്റെ ട്രക്കിൻ്റെ ഭാഗങ്ങൾ കിട്ടിയിട്ടുള്ളത്. അങ്ങനത്തെ സ്ഥലത്ത് മാത്രമേ ഡ്രഡ്ജറിന് പരിശോധന നടത്താൻ കഴിയുള്ളൂ. ഈ ഒരു ദൗത്യത്തിലേക്ക് ഈശ്വർ മാൽപയെ ക്ഷണിച്ചത് ഭരണകൂടം തന്നെയാണ്, കർണാടക ഭരണകൂടം തന്നെയാണ്. എന്നിട്ടും ഈശ്വർ മാൽപേക്ക് ഒരു സപ്പോർട്ട് ഇവരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നില്ല. ഈശ്വർ മാൽപയുടെ അഭിപ്രായങ്ങളോട് ഇവരൊന്നും യോജിക്കുന്നില്ല എന്ന രീതിയിലാണ് ഈശ്വർ മാൽപേ പരാതി പറഞ്ഞിരിക്കുന്നത്. അതും കാരണം തന്നെയാണ് ഈശ്വർ മാൽപേ തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതും. പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈശ്വർ മാൽപേ അടക്കമുള്ള സംഘം തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഇരുട്ടിൽ തപ്പുന്ന ഒരു കാര്യം മാത്രമായി ഈ ഒരു ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അവസാനിക്കുക തന്നെ ചെയ്യും. ഈശ്വർ മാൽപയെ മാറ്റി നിർത്താതെ അർജുനായിട്ടുള്ള തെരച്ചിലിൽ സംയുക്തമായി നടത്തിയാൽ മാത്രമേ നമുക്ക് അർജുനെ തിരിച്ച് കിട്ടാൻ കഴിയുകയുള്ളൂ. അതിന് ഈശ്വർ മാൽപേ തിരിച്ച് വരട്ടെ, ഇവരുമായി സംയുക്തമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.